ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ആഗ്രോഗിൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇരുമ്പൻ പുളിയുടെ ഗുണങ്ങളെക്കുറിച്ചാണ്. ഗുണങ്ങളെക്കാൾ ഏറെ ദോഷങ്ങളും ഇരുമ്പൻ പുളിക്കുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാം വീടുകളിൽ അധികം ആരും ഉപയോഗിക്കാത്ത ഒരു ഫലമാണ് ഇരുമ്പൻ പുളി. പുളിയും ചവർപ്പും അധികമായതിനാൽ ഒട്ടുമിക്ക ആളുകളും ഇരുമ്പൻ പുളി ഉപയോഗിക്കാറില്ല. എന്നാലും അച്ചാറായും ജ്യൂസായും ഒക്കെ ഇരുമ്പൻ പുളി കഴിക്കുന്നുണ്ട് ആൾക്കാർ. ഇതിന് ഒത്തിരി ഔഷധ ഗുണങ്ങളും ഉണ്ട്. ഇതിന്റെ വിത്തുകളും പൂക്കളും എല്ലാം ഒട്ടേറെ ഔഷധ ഗുണങ്ങൾ ഉള്ളവയാണ്. ഇവയുടെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് നോക്കാം. ഇരുമ്പൻ പുളി ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ നല്ലതാണ്. ഇത് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഷായം പതിവായി കഴിക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാക്കാൻ നല്ലതാണ്. വിറ്റാമിൻ സി ധാരാളമുള്ള ഇരുമ്പൻ പുളി രോഗപ്രതിരോധ ശേഷിയെ കൂട്ടുന്നു. ചുമ, ജലദോഷം പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കുകയില്ല ഇതിന്റെ ഉപയോഗം കൊണ്ട്. അതുപോലെ കാൽസ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഈ ഫലം എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്ന ഇവ കഴിക്കുന്നത് വഴി ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. പ്രമേഹ നിയന്ത്രണത്തിനും ഇരുമ്പൻ പുളിക്ക് സാധിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഭക്ഷണത്തിൽ ഇരുമ്പൻ പുളി ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതിന്റെ അമിതമായ ഉപയോഗം മൂലമുണ്ടാകുന്ന ദോഷഫലങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇതിൽ ഓക്സഡേറ്റ് ക്രിസ്റ്റലുകൾ അടങ്ങിയിരിക്കുന്നു ഇരുമ്പൻ പുളിക്ക്. ഇത് നമ്മുടെ കിഡ്നിയിൽ അടിഞ്ഞതിന് ശേഷം കിഡ്നിയെ ഡാമേജ് ആക്കുകയും ചെയ്യും. എന്തും അമിതമായി ഉപയോഗിച്ചാൽ അത് ഗുണത്തേക്കാൾ ദോഷമായിരിക്കും ചെയ്യുക എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഇതിന്റെ ദോഷവശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇതിൽ ഓക്സഡേറ്റ് ക്രിസ്റ്റലുകൾ അടങ്ങിയിരിക്കുന്നു. ഈ ക്രിസ്റ്റലുകൾ അമിതമായി കിഡ്നിയിൽ അടിയുകയും കിഡ്നി ഡാമേജ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ചില ആൾക്കാർ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ഇത് ജ്യൂസ് അടിച്ച് കുടിച്ച് കിഡ്നി പോയ ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. വൃക്കയുടെ പ്രവർത്തനം മറ്റൊരു കാരണവുമില്ലാതെ പെട്ടെന്നുണ്ടാകുന്ന തകരാറിന് ഇത് വഴിവെക്കുന്നു. അപ്പോൾ ഇരുമ്പൻ പുളി ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇനി ഇരുമ്പൻ പുളി കഴിക്കാം, ചെറിയ രീതിയിൽ അച്ചാറൊക്കെ ഇട്ട് കഴിക്കാം. എന്നല്ലാതെ ഇരുമ്പൻ പുളി മാത്രമായിട്ട് കഴിക്കുന്ന സ്വഭാവം ഒരിക്കലും നല്ലതല്ല. അത് നിർത്താൻ നോക്കുക. ചില ആൾക്കാരുടെ വിശ്വാസമുണ്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതൊന്നും കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണ. പ്രകൃതിദത്തം എന്ന വാക്ക് കേട്ടാൽ ഏത് കൂടും വിഷവും മടികൂടാതെ കഴിക്കും എന്ന അവസ്ഥയിലാണ് നമ്മളിൽ പലരും. അങ്ങനെ പല സാധനങ്ങളും പ്രകൃതിദത്തം എന്ന പേരിൽ ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ലാതെ കഴിക്കുന്നവരുണ്ട് താനും. അപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പ്രകൃതിദത്ത പരിഹാരം ഇരുമ്പൻ പുളി, വടക്ക് തെക്കും ഇലമ്പും പുളി, വിലുമ്പിക്ക, ചിലുമ്പി, നക്ഷത്രപ്പുളി എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ പുളി തന്നെ. ഇതിലെന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? സത്യത്തിൽ ഇത് കിഡ്നിയെ സാരമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഇരുമ്പൻ പുളി. അതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ വേറൊന്നും തന്നെയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഇരുമ്പൻ പുളി സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കുക, വല്ലപ്പോഴുമാക്കുക അതിൻ്റെ ഉപയോഗം. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.